ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ
15 അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ നാം തമ്പുരാനായ എന്ന ബോധത്തോടുകൂടി തമ്പുരാനെ അറിയുകയും സ്നേഹിക്കുകയും അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്യുക. ലോകം നിങ്ങൾ ദേശിച്ചുവെങ്കിൽ അതിനു മുമ്പ് അതിനെ ദേശിച്ചു എന്ന് അറിഞ്ഞുപോലെ നിങ്ങൾ ലോകത്തിലേതായിരുന്നുവെങ്കിൽ ലോക സ്വന്തമായി ഇതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിനെ അല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദേശിക്കുന്നു. യജമാനയോ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുകയും അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എന്റെ നാമം മൂലം അവരുടെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെ കുറിച്ച് അവർക്ക് ഒഴിഞ്ഞു കഴിയില്ല. എന്നാൽ എന്നെ ദേശിക്കുന്നവൻ എന്റെ പിതാവിനെയും ദേശിക്കുന്നു. മറ്റാരും ചെയ്തില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുക്കുകയും അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തെ സ്വർഗ്ഗവാസികളെ ആയിരങ്ങളും പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അനുഭവികളുമായ സ്വീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഭവികളുമായ ഫ്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സുരരാഗത്തിൻ സ്വരവേദികളാ വരവേൽപ്പിച്ചതുനൽകിടുവിൻ. മാനവരേ സ്വരതന്ത്രികളെ സർവചരാചര ശക്തികളെ. മാനവരേ സ്വരതന്ത്രികളെ സർവചരാചര ശക്തികളെ. ഉണരുക നാഗനേതിരേൽക്കാൻ, ഉണരൂ രാജനെ വരവേൽക്കാൻ. ഭൂവാസികളെ പാടിടുവിൻ ഹോശാന. അഖിലമഖിലനാഥനായ സുരരാഗത്തിൻ സ്വരവേദികളാ വരവേൽപ്പിച്ചതുനൽകിടുവിൻ. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന
എന്റെ രക്തമാകുന്നു. ഇത് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനെ പകർത്തുന്ന നായക നിനക്കെന്റെ സ്നേഹവും സമർപ്പണം ദിവ്യകാരുണ്യമേ വന്ദനം പരിശുദ്ധകാരുണ്യമേ വന്ദനം ആരാധന നിനക്കേകിടാം തുതിയരുളിടാം പരമേ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമങ്ങൾ തിരിഞ്ഞുപോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നോട് തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവരുടെ വിളിച്ചപേക്ഷിക്കുക. സുഖസായ കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സഭയോടേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാവരും ലോകമാകുന്നു. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കാതെ പ്രഭാവനം അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. യേശുവേ സർവേശ സൂനുവേ, വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്തകാരനേ, ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോൽ ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. സ്നേഹമേ വറ്റാത്ത സ്നേഹമേ, തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. വാനിലെ മാധുര്യ സിന്ധു നീ, ആനന്ദത്തെ പുഴയൊഴുകൂ. നീയല്ലോ ജീവൻ, നീയല്ലോ സത്യം, നീതാൻ പ്രകാശം, യേശു മഹേശ. ജീവനാഥാ, സ്നേഹരാജാ, ആത്മനാഥാ, നീ വരിക. എന്നിൽ വസിക്കൂ, എന്നെ നയിക്കൂ. നിന്നിൽ ഞാനെന്നെന്നും ഒന്നായി ഭവിക്കൂ. പരിശുദ്ധ കർത്താവിന്റെ കൃപാത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവകരമായ ഈ ഉയർച്ചയുടെ സന്നിധിയിൽ പങ്കാളികളായ ബലപ്പെട്ട മക്കളെല്ലാവരും ദാതാവായ ദൈവത്തിന് കൃതജ്ഞത സമർപ്പിക്കുക. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സുന്ദരവും